രാധേ രാധേ, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സോൾമേറ്റ് ബന്ധം അല്ലെങ്കിൽ ടിൻ ഫ്ലെയിം ബന്ധം എന്ന് പറയുന്നത്? എങ്ങനെയാണ് രണ്ടുപേര് പ്രണയിക്കേണ്ടത്? അതായത് പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല. പ്രണയം വിശുദ്ധമാണ്, അത് നമ്മുടെ നെഞ്ചോട് ചേർക്കേണ്ട ഒന്നാണ്. അയ്യേ പ്രണയം എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുന്നു എങ്കിൽ, പ്രണയിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ വിചാരിച്ചുകൊള്ളൂ, നിങ്ങൾ പാപികളാണ്, കൊടും പാപികളാണ്. കാരണം കൊടും പാപികളുടെ മനസ്സിൽ ഒരിക്കലും പ്രണയം തെളിയില്ല. ഇനി എങ്ങനെയാണ് പ്രണയിക്കേണ്ടത്? എന്താണ് സോൾമേറ്റ്? ഒരു കാമുകനും കാമുകിയും അവർ പിരിയാൻ സമയമായി. അപ്പോൾ പിരിയാൻ സമയമായപ്പോൾ പിരിയാൻ നേരം അവൾ ചോദിച്ചു, എന്നെ മറക്കുമോ? അവൻ ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അതിനുശേഷം അവളുടെ തലമുടി സ്നേഹത്തോടെ മാടിയൊതുക്കി, അവളുടെ കവിളുകളിൽ ഒന്ന് തട്ടി, എന്നിട്ട് മൃദുവായി പറഞ്ഞു, ഞാൻ നിന്നെ മറന്നാൽ ദൈവം എന്നെ മറക്കും. അതേ, രണ്ടു പേര് തമ്മിൽ പ്രണയിക്കേണ്ടത് ഇങ്ങനെയാണ്. പുരുഷൻ കരുതണം, ഞാൻ ഇവളെ കരയിച്ചാൽ ദൈവം എന്നെ കരയിക്കും, ഞാൻ ഇവളെ ചതിച്ചാൽ ദൈവം എന്നെ ചതിക്കും, ഞാൻ ഇവളെ ഉപേക്ഷിച്ചാൽ ദൈവം എന്നെ ഉപേക്ഷിക്കും, ഞാൻ ഇവളെ സ്നേഹിച്ചാൽ ദൈവം എന്നെ സ്നേഹിക്കും, ഞാൻ ഇവളുടെ കണ്ണീര് തുടച്ചാൽ ദൈവം എന്റെ കണ്ണീര് തുടയ്ക്കും, ഞാൻ ഇവളെ പ്രണയത്തോടെ ചേർത്ത് വെച്ചാൽ ദൈവം എന്നെ സ്നേഹത്തോടെ ചേർത്ത് വയ്ക്കും, ഞാൻ ഇവളെ സ്നേഹത്തോടെ ചുംബിച്ചാൽ ദൈവം എന്നെ സ്നേഹത്തോടെ ചുംബിക്കും. ഇതുപോലെ ആരും കരുതണം, സ്ത്രീയും കരുതണം. അങ്ങനെ ഇതുപോലെ കരുതി എവിടെയാണോ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ സ്നേഹത്തിൽ ഏർപ്പെടുന്നത്, ആ നിമിഷം അവരുടെ പ്രണയം വിശുദ്ധമായി, അവരുടെ പ്രണയം ദൈവീകമായി. അതോടെ അവർ സോൾമേറ്റായി മാറി. ഇങ്ങനെ മാറാൻ കഴിയാത്തവരാണ് വെറുതെ സോൾമേറ്റുകളെ തിരക്കി നടക്കുന്നതും ചതിക്കാൻ ആഗ്രഹമുള്ളവരാണ് പറയുന്നത് സോൾമേറ്റ് ബന്ധം എന്നും ദുഃഖമാണെന്ന്. ശുദ്ധ വിട്ടിത്തരം. സോൾമേറ്റ് ബന്ധം പോലെ ആനന്ദകരമായി മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രണയിക്കണം, പ്രണയിക്കണം. നിങ്ങൾ പ്രണയിക്കുക തന്നെ വേണം. പ്രണയിക്കാത്തവർ മൃഗങ്ങളെക്കാൾ കഷ്ടമാണ്. കാരണം മൃഗങ്ങളും പ്രണയിക്കും. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.